ഒരു നാടിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാകണം, ഞാനും അതിന് സാക്ഷിയാകണം എന്ന ആഗ്രഹത്തോടെയും തീരുമാനത്തോടെയും ഇവിടെ എത്തിച്ചേർത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ബഹുമാന്യനായിട്ടുള്ള MLA അഡ്വക്കേറ്റ് IB സതീഷ്, ഞാൻ ഓർക്കുകയായിരുന്നു ഇവിടെ ഇരിക്കുമ്പോൾ, ഞങ്ങൾ ഒന്നിച്ചിപ്പോൾ 10 വർഷമായിട്ട് നിയമസഭയിലുണ്ട്. കാട്ടാക്കടയുടെ വികസനം എന്ന് പറയുന്നത്, കാട്ടാക്കട നിയോജക മണ്ഡലത്തിൻ്റെ വികസനം രാജ്യം തന്നെ ശ്രദ്ധിച്ച വികസന പ്രവർത്തനങ്ങൾ. പരിസ്ഥിതിയും മനുഷ്യനും പ്രകൃതിയും സുസ്ഥിരമായ വികസനം, നമ്മളെപ്പോഴും പറയും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് വളരെ ക്രിയാത്മകവും പ്രായോഗികവുമായ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു MLA ആണ്, ജനനേതാവാണ് അഡ്വക്കേറ്റ് IB സതീഷ്. ജലസമൃദ്ധി, കാട്ടാക്കട, കാർബൺ ന്യൂട്രൽ കാട്ടാക്കട, അങ്ങനെ തുടങ്ങി എത്രയോ പ്രോജക്റ്റുകൾ ഞങ്ങൾ ആറന്മുളയിൽ കഴിഞ്ഞ ടൈമിൽ, അന്ന് ബഹുമാനപ്പെട്ട MLA അദ്ദേഹം ഇവിടെ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ ഞങ്ങളവിടെ കുറച്ച് നദികളൊക്കെ, പമ്പാ നദിയെക്കുറിച്ച് കേട്ടിട്ടുള്ള, ആറന്മുള വള്ളംകളിയൊക്കെ. അപ്പോൾ പമ്പാ നദിയുടെ ഭാഗമായിട്ടുള്ള ചില നദികളൊക്കെ ഒഴുകാതെ 10-30 വർഷമായിട്ടൊക്കെ നിലച്ചു പോയിരുന്നു. ആ നദികളെയൊക്കെ വീണ്ടെടുത്ത്, വരട്ടാർ ഒക്കെ ഉൾപ്പെടെയുള്ളവയെ വീണ്ടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളവിടെ ചർച്ച ചെയ്തിരുന്നൊരു നിയോജക മണ്ഡലം നമ്മുടെ കാട്ടാക്കടയാണ്. അഡ്വക്കേറ്റ് IB സതീഷിൻ്റെ നേതൃത്വത്തിലുള്ള കാട്ടാക്കടയുടെ പ്രവർത്തനങ്ങളും വികസനങ്ങളുമാണ് ചർച്ച ചെയ്തത്. രാജ്യാന്തര തലത്തിൽ അതിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് മനസ്സിലേക്ക് എനിക്ക് തോന്നുന്നു, ഫയർ സ്റ്റേഷനും PWD റെസ്റ്റ് ഹൗസും റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകൾ, കാർഷിക മേഖലയിൽ കെട്ടിടങ്ങൾ മാത്രമല്ല വികസനം, കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ ആവശ്യമാണ്. അതിനപ്പുറത്തേക്ക് ഉള്ള സുസ്ഥിരമായ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ അദ്ദേഹം നടത്തുന്നു എന്നുള്ളത് തീർച്ചയായും നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ മണ്ണിൽ നിൽക്കുമ്പോൾ ഹൃദയത്തിൻ്റെ അഭിനന്ദനങ്ങൾ കൂടി അദ്ദേഹത്തെ ഈ അവസരത്തിൽ കാട്ടാക്കടയെയും അറിയിക്കട്ടെ. നമ്മുടെ മലയിൻകീഴ് താലൂക്ക് ആശുപത്രി ബഹുമാനപ്പെട്ട MLA ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നേരത്തെ ഒരു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രമായിരുന്നു ഇതൊരു താലൂക്ക് ആസ്ഥാന ആശുപത്രിയായി കഴിഞ്ഞ സർക്കാർ 2018 ഉയർത്തുകയുണ്ടായി. എന്തുകൊണ്ടാണ് അത് ഉയർത്തിയത്? നമുക്കടുത്ത് ഇനി കിടത്തി ചികിത്സയുള്ളൊരു സർക്കാർ ആശുപത്രി നെയ്യാറ്റിൻകര ആശുപത്രിയാണ്. അല്ലെങ്കിൽ പിന്നീട് നമുക്കങ്ങ് സിറ്റിയിലേക്ക് പോകേണ്ടതായിട്ട് ഉണ്ട്. ഇടതുപക്ഷ സർക്കാർ 2016 ചുമതല ഏറ്റെടുത്തപ്പോൾ നമ്മൾ 4 മിഷനുകളാണ് ആവിഷ്കരിച്ചത്, 4 മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്. ആരോഗ്യ മേഖലയിലുള്ള മിഷൻ്റെ പേര് ആർദ്രം എന്നായിരുന്നു, ആർദ്രം മിഷൻ. ആർദ്രം മിഷനിലൂടെ നമ്മൾ കണ്ടത്, നമ്മുടെ ലക്ഷ്യം ഇതായിരുന്നു: രോഗത്തിൻ്റെ മുന്നിൽ ഒരാളും നിസ്സഹായരായി പോകാനായിട്ട് പാടില്ല. നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ, ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ജനറൽ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കേണ്ടതായിട്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ രാജ്യത്ത് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ നമ്മൾ പറയും ഇംഗ്ലീഷിൽ പറയും ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ, ഏറ്റവും കൂടുതൽ ഡോക്ടറെ കാണുന്നതും മരുന്ന് വാങ്ങിക്കുന്നതും ഒക്കെ ഇന്ത്യയിൽ പൊതുവേ നമ്മൾ നോക്കുമ്പോൾ കേരളീയരാണ്. അത് നമ്മളുടെ ഒരു ആരോഗ്യ ബോധ്യത്തിൽ നിന്ന് കൂടിയാണ്. നമ്മൾ ആരോഗ്യ വകുപ്പും പറയുന്നത് അങ്ങനെയാണ്, സ്വയമായിട്ട് നമ്മൾ പനിക്ക് ചികിത്സിക്കരുത്, ഡോക്ടറെ കാണണം എന്നുള്ളതാണ്, പനിയാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ഒക്കെ കൂടെ ഏറ്റവും കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടി പണം ചിലവാകുന്നത് നമ്മുടേതായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടത്, എങ്ങനെയാണ് ഇത് കുറയ്ക്കാനായിട്ട് കഴിയുക? ഒരു നെഞ്ചുവേദന ഉണ്ടായാൽ നമ്മൾ ഓടി പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ലക്ഷക്കണക്കിന്, നിന്ന നിൽപ്പിൽ ലക്ഷക്കണക്കിന് രൂപ വേണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കാണില്ല. ഇപ്പോൾ ഒരു അവയവ മാറ്റം ആവശ്യമായിട്ട് വന്നാൽ ലക്ഷക്കണക്കിന് രൂപ, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കൊക്കെ 40, 45, 50 ലക്ഷം രൂപയാണ്. കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയമാകും, ഇത്രയും ലക്ഷം രൂപ. പക്ഷേ കരളൊക്കെ മാറ്റിവെക്കണം എന്ന് ഡോക്ടർ പറഞ്ഞാൽ മാറ്റിവെക്കണം. കിഡ്നി ആണെങ്കിൽ കുറച്ച് നാൾ നമ്മൾ ഡയാലിസിസ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകും, വൃക്ക. പക്ഷെ കരൾ അങ്ങനെയല്ല, മാറ്റണം, ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റിയേ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ സംവിധാനങ്ങൾ സർക്കാർ ആശുപത്രികളിൽ നമുക്ക് ഒരുക്കണം. നമ്മുടെ ആളുകൾ അവരുടെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ, ചികിത്സാ ചെലവ് കുറയ്ക്കണം. ഈ ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചത്.
അങ്ങനെ പഞ്ചായത്ത് തലത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി. എന്താണ് അതിൻ്റെ അർത്ഥം? ബോർഡ് മാറ്റിവെക്കുക അല്ല ചെയ്തത്, പകരം കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നോക്കിയാൽ നമ്മുടെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി നോക്കിയാൽ അവിടെ ലാബ് സംവിധാനമുണ്ട്. നമുക്ക് അവിടെ ഈ ആശുപത്രി ലാബുണ്ട്. ഞാൻ പറഞ്ഞത് പഞ്ചായത്ത് തലത്തിലുള്ള ആരോഗ്യ കേന്ദ്രത്തെക്കുറിച്ചാണ്. അവിടെ നമുക്ക് പോയി രക്തമൊക്കെ എടുത്ത് പരിശോധിക്കാം. എല്ലാ പരിശോധനയും ചിലപ്പോൾ അവിടെ ചെയ്യാൻ കഴിയുകയില്ല. പക്ഷെ നമ്മൾ അതിനു വേണ്ടി അങ്ങ് സിറ്റിയിലേക്ക് പോകണ്ട, നെയ്യാറ്റിൻകരയിലേക്ക് പോകണ്ട. നമുക്ക് അവിടെ സാമ്പിൾ കൊടുത്താൽ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ എല്ലാ ലാബുകളെയും തമ്മിൽ ബന്ധിപ്പിച്ചു. ഞാനിതോട് പറയുന്നത് എന്തിനാണെന്ന് അറിയാമോ? മുഖ്യധാര മാധ്യമങ്ങളൊന്നും പറയില്ല. അതുകൊണ്ട് നമുക്കിത് അറിയേണ്ട ഒരു കാര്യം കൂടിയാണ്. നമുക്കെങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ചെലവ് കുറയ്ക്കാം എന്നുള്ളത് കൂടി. അപ്പോൾ നമ്മുടെ തൊട്ട് അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി സാമ്പിൾ എടുത്താൽ അവിടെ ഉയർന്ന ലാബിൽ പോയി പരിശോധിച്ചിട്ട് റിസൾട്ട് നമ്മുടെ ഫോണിൽ കിട്ടും. അപ്പം ഞാൻ പറഞ്ഞത് അത് മാത്രമല്ല, അങ്ങനെ ഓരോ കാര്യങ്ങളും. അപ്പം താലൂക്ക് തലമുള്ള ആശുപത്രി മുതൽ സ്പെഷ്യാലിറ്റി ചികിത്സ ആരംഭിച്ചു. ജനറൽ ആശുപത്രി, ജില്ലാ ആശുപത്രി തലം മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ ആരംഭിച്ചു. മെഡിക്കൽ കോളേജുകൾ മികവിൻ്റെ കേന്ദ്രങ്ങളായി. ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ 50 വയസ്സുള്ള കോവളത്ത് ഉള്ള ഒരു സ്ത്രീ, അവരുടെ ആ വ്യക്തിയുടെ കോർണിയ മാറ്റിവെച്ചു, നേത്രപടലം. അത് ഏതോ കാരണത്താൽ കാഴ്ച ഉണ്ടായിരുന്നില്ല. നമ്മുടെ രാജ്യത്തൊരു ജില്ലാ ആശുപത്രിയിലും ജനറൽ ആശുപത്രിയിലും ഇത്തരത്തിലുള്ള ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നില്ല. കണ്ണിൻ്റെ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിട്ട് ശനിയാഴ്ചയാണ് നടത്തിയത്. ഇന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്, സുഖമായി വരുന്നു, കാഴ്ചയുണ്ട്. ഇനി ഇന്നോ നാളെയോ ഡിസ്ചാർജ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രി എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾ ജില്ലാ ജനറൽ ആശുപത്രികളിൽ, അതിനു മുകളിൽ മെഡിക്കൽ കോളേജുകളിൽ അതനുസരിച്ചിട്ടുള്ള കൂടുതൽ സൗകര്യങ്ങൾ, ചികിത്സകൾ ഒരുക്കി. അപ്പോൾ ഇവിടെ നമ്മുടെ മലയിൻകീഴെ കാര്യം പറയുമ്പോൾ ഈ പ്രദേശത്തിൻ്റെ ആവശ്യം, ഒരു ഉദാഹരണം പറയട്ടെ, എല്ലാ കാര്യങ്ങളും പറയാൻ നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട്. ഇപ്പോൾ ഒരു ഡയാലിസിസ് ചെയ്യുന്ന ആരെങ്കിലും നമ്മുടെ ഈ കൂട്ടത്തിലുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. സ്വകാര്യ മേഖലയിൽ ഡയാലിസിസ് ചെയ്യുമ്പോൾ ഒരു ഡയാലിസിസിന് 1500 മുതൽ 2000 രൂപ വരെ ചെലവ് വരും. ഒരാഴ്ചയിൽ പരമാവധി ഒരു വ്യക്തി 3 ഡയാലിസിസ് വരെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എത്ര ആണെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ 1500 ഗുണം 3, 4500 രൂപ ഒരാഴ്ചയിൽ. അപ്പോൾ 4 ആഴ്ച, ഒരു മാസം 18,000 രൂപ ഡയാലിസിസിന് മാത്രം ചെലവഴിക്കേണ്ടി വരും. പിന്നെ അങ്ങോട്ടുള്ള ഓട്ടോ രക്ഷാ കൂലി, അല്ലെങ്കിൽ വാഹനത്തിൽ പോകുന്നത്, മറ്റ് ചെലവുകൾ, ഇതെല്ലാം കൂടി കണക്കാക്കുമ്പോൾ എങ്ങനെ പോയാലും 18,000-ൽ കൂടുതൽ രൂപ ചെലവാകും. അപ്പം സർക്കാർ കണ്ടത് എങ്ങനെയാണ്? ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകണം. അതിനെന്ത് ചെയ്യണം? അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാകണം. എങ്ങനെയാണ് ഇവിടെ സാധ്യമായത്? ബഹുമാനപ്പെട്ട MLA-യുടെ ഇടപെടലിൻ്റെ ഭാഗമായി നമ്മുടെ ഈ ആശുപത്രിയിൽ 2022 നവംബർ മാസത്തിൽ ഡയാലിസിസ് ആരംഭിച്ചു. അന്ന് ഇവിടെയായിരുന്നു അന്ന് സ്റ്റേജ് ഉണ്ടായിരുന്നത്, നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാകും. നമ്മൾ അന്ന് അതിൻ്റെ ഡയാലിസിസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. അപ്പം ഇതൊരു ഇടപെടലാണ്, ഒരു ജനകീയ ഇടപെടലാണ്. 2016 മുൻപ് 12 ആശുപത്രികളിലെ ഡയാലിസിസ് സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ കൂടാതെ 125 ആശുപത്രികളിൽ ഡയാലിസിസ് സൗകര്യം ഒരുക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. 125 ഡയാലിസിസ് ആശുപത്രികളിൽ ഡയാലിസിസ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ 2 ഷിഫ്റ്റാണ് ഉള്ളത്. ഇപ്പോൾ ഈ 2025 നവംബർ മാസം മുതൽ ആകെ ഇവിടെ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം എത്രയാണെന്ന് അറിയാമോ? ഇവിടെ നമ്മുടെ ഈ ആശുപത്രിയിൽ ഡയാലിസിസിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരുടെ എണ്ണം 321. അതിൽ ഇതുവരെ നമുക്ക് ഡയാലിസിസ് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് 271 പേർക്കാണ്. ബാക്കിയുള്ളവർക്ക് കൂടി ഇവിടെ ഡയാലിസിസ് കൊടുക്കണം. അവരും ഇപ്പോൾ എവിടെയോ സ്വകാര്യ മേഖലയിലൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് കൂടി താങ്ങാൻ കഴിയുന്ന സൗജന്യമായി സ്കീമിൽ ഉൾപ്പെടുത്തി ഇവിടെ നമുക്ക് ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമാണ്. ഇതാണ് ഈ വ്യത്യാസം. 321 പേർക്ക് ഡയാലിസിസ് സൗകര്യം ഒരുക്കാന്ന് പറയുമ്പോൾ ഇതാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നിങ്ങോട്ട് വരുമ്പോൾ 2-3 ഈ കറുത്ത കൊടി, കുറച്ച് 10 വർഷമായിട്ട് ഒരു പ്രസ്ഥാനത്തിൻ്റെ അവരുടെ
കൊടി ഇപ്പം കറുത്തതാണ് കുറേ 10 വർഷമായിട്ട്, അടുത്ത 5 വർഷം അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയട്ടെ. അപ്പോൾ ഇങ്ങനെ ഇതുമായിട്ട് ചാടുന്നത് കണ്ടോ? എന്തിനാണ് ഈ നാട്ടിലെ നിസ്സഹായരായിട്ടുള്ള ആളുകളെ ചേർത്ത് പിടിച്ചാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. 2016 മുൻപ് ഇവിടെ സർക്കാർ മേഖലയിൽ വിവിധ സ്കീമുകളിലായിട്ടാണ് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരുന്നത്. നമ്മളിത് അറിയണം. എത്ര രൂപയാ ഒരു കുടുംബത്തിന് ഒരു വർഷം 2016 മുൻപ് ലഭിച്ചിരുന്നതെന്ന് അറിയാമോ? 30,000 രൂപ. 30,000. എത്ര കുടുംബങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നറിയാമോ? 40,000 കുടുംബങ്ങൾക്കാണ് നൽകിയത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ 2019 നമ്മൾ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ഇവിടെ ആരംഭിച്ചു. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി അന്ന് 40,000 കുടുംബങ്ങളായിരുന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരള സംസ്ഥാനത്ത് നമ്മൾ ജീവിക്കുന്ന ഈ കേരള സംസ്ഥാനത്ത് അന്നത്തെ 40,000 കുടുംബങ്ങളുടെ സ്ഥാനത്ത് 42.5 ലക്ഷം കുടുംബങ്ങൾ ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളവരാണ്. അന്നത്തെ 30,000 രൂപയുടെ സ്ഥാനത്ത് 5 ലക്ഷം രൂപ ഒരു വർഷം ഒരു കുടുംബത്തിന് സൗജന്യമായി ചികിത്സ ലഭ്യമാക്കുന്നുണ്ട്. 2016 മുൻപ് ഞാൻ പറഞ്ഞില്ലേ, 12 ആശുപത്രികളിലാണ് ഡയാലിസിസ് ഉണ്ടായിരുന്നത്. ഇന്ന് 125 ആശുപത്രികൾ. ഇന്ന് നോക്കൂ, കാത്ത് ലാബ്. നമ്മളൊരു ഹൃദയാഘാതം ഉണ്ടാകുമ്പോൾ, നെഞ്ചുവേദന ഉണ്ടായാൽ നമുക്ക് ദൂരദിക്കുകളിലൊക്കെ ഉള്ളവർക്ക് മെഡിക്കൽ കോളേജുകളിലേക്കൊക്കെ എത്തണമെങ്കിൽ പ്രയാസമുണ്ടാകും. ജില്ലാ ആശുപത്രികളിലേക്ക് അത് മാറി. ഇന്ന് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും, ഏറ്റവും ഒടുവിൽ ഇടുക്കിയിലാണ് ഇല്ലാതെ ഇരുന്നത്. ആ ഇടുക്കി ജില്ലയിൽ അടിമാലിയിലും ഇടുക്കി മെഡിക്കൽ കോളേജിലും കൂടി അവിടെ കാത്ത് ലാബ് ആരംഭിക്കുന്നതിന് ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിയുകയാണ്. അങ്ങനെ 14 ജില്ലകളിലും കാത്ത് ലാബുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറിക്കഴിഞ്ഞു. അതിൻ്റെയും ഒരു സാമ്പത്തികമായ കാര്യം കൂടി ഞാൻ പറയാം കേട്ടോ. ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെങ്കിൽ നേരത്തെ 6 ലക്ഷം 7 ലക്ഷം രൂപയാകും. ഇന്ന് സർക്കാരിൽ കാത്ത് ലാബ് വന്നതോടുകൂടി ആ സ്റ്റെൻറ്റിൻ്റെ വില മാത്രം 60,000 രൂപ. ഇനി കാസ്പ്, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലുള്ളവർക്ക് സൗജന്യമായിട്ടാണ് ഇത് ചെയ്തു കൊടുക്കുന്നത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ഇല്ലെങ്കിൽ എങ്ങനെ? അത് സ്റ്റെൻറ്റിൻ്റെ പൈസ 60,000 രൂപ, 2 സ്റ്റെൻ്റ് ആണെങ്കിൽ 1,20,000 രൂപ അതാണ് നൽകുന്നത്. നമ്മൾ കണ്ടില്ലേ, ഈ തൊട്ടടുത്ത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പണ്ട് ഒന്ന് ഓർക്കണം, നമ്മളൊക്കെ ഒരു അധികം പുറകോയ്ക്ക് പോകണ്ടല്ലോ, ഒരു ജില്ലാ ആശുപത്രിയിലും ജനറൽ ആശുപത്രിയിലും ഹൃദയം മാറ്റിവെക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നോ? നമ്മുടെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നു, രാജ്യത്ത് ആദ്യമായി. എറണാകുളം ജനറൽ ആശുപത്രിയിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നുണ്ട്, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട് അവിടെ. എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 40-45 ലക്ഷം രൂപ സ്വകാര്യ മേഖലയിലാകുമ്പോൾ സർക്കാരിൽ സൗജന്യമായി മിതമായി ചെയ്തു കൊടുക്കുന്നു. ഇത് ഒരു ഇൻഫർമേഷൻ കൂടി ആയതുകൊണ്ടാണ്. ഇത് നമ്മൾ പരസ്പരം പറഞ്ഞ് ആളുകൾ ഇത് അറിയണം. ഇതിൻ്റെ പ്രയോജനം ആളുകൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഒരു ചോദ്യം ഉണ്ടല്ലോ, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ ചികിത്സാ ചെലവിൽ കുറവുണ്ടോ? അതിനേത് ഒരു സർവേയിലൂടെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസ്, NSSO എന്നാണ് അതിൻ്റെ. നമ്മുടെ ഫോണിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്കത് കാണാൻ കഴിയും. ആ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസ് കേന്ദ്രം നടത്തുന്ന ഒരു സർവേയാണ്. അതാണ് ആധികാരികമായിട്ട് കണക്കാക്കുന്നത്. ആ സർവേയിൽ പറയുന്നു, നമ്മുടെ നഗരത്തിലെയും ഗ്രാമപ്രദേശത്തിലെയും കേരളത്തിലെ ചികിത്സാ ചെലവ് ഈ കാലയളവിൽ പകുതിയായി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് മാറ്റം. ഇതാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് എല്ലാ ആശുപത്രികളിലും, നമ്മുടെ മലയിൻകീഴ്, അതോടൊപ്പം നമ്മുടെ ചിറയിൻകീഴ്, പാറശാല, നെടുമങ്ങാടൊക്കെ ഉൾപ്പെടെയുള്ള എല്ലാ ആശുപത്രികളിലും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ബഹുമാനപ്പെട്ട MLA ഇവിടെ പറയുകയുണ്ടായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അവിടെ എല്ലാ മികച്ച സൗകര്യങ്ങളും സാധ്യമാക്കിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ ഇവിടെ പറയുകയുണ്ടായി. പെറ്റ് സ്കാനും സ്പെക്സ് സ്കാനും ഒക്കെ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അവിടെ നമുക്ക് ഒരുക്കാൻ കഴിഞ്ഞു. ഇനി പക്ഷാഘാതം വന്നാൽ, അതുകൂടെ പറയട്ടെ, പക്ഷാഘാതം വന്നാൽ നമ്മൾ പറയും ഗോൾഡൻ അവേഴ്സ്, സുവർണ മണിക്കൂറുകൾ എന്ന് പറയാമെങ്കിൽ മലയാളത്തിൽ ഗോൾഡൻ അവേഴ്സിൽ ഡോക്ടർമാർ അതിൻ്റെ മരുന്ന് നൽകണം, അല്ലെങ്കിൽ നമ്മൾ കിടപ്പിലായി പോകും. അപ്പോൾ അങ്ങനെ മരുന്ന് നൽകി പക്ഷാഘാതത്തിൽ നമുക്ക് മുക്തമാകാൻ കഴിയും. പക്ഷെ വലിയ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഹൃദയത്തിന് ചെയ്യുന്നത് പോലെയുള്ള പ്രൊസീജിയർ
ബ്രെയിനും ചെയ്യണം. മെക്കാനിക്കൽ ത്രോംബക്ടമി ഒക്കെ ചെയ്യേണ്ടി വരും. രാജ്യത്ത് ഏറ്റവും മികച്ച ആ പക്ഷാഘാത ചികിത്സയുടെ കേന്ദ്രമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാറിയിരിക്കുകയാണ്. അവിടുത്തെ ന്യൂറോളജി, ഇന്റർവെൻഷണൽ ന്യൂറോളജി, SIT തിരുവനന്തപുരം അപൂർവ രോഗങ്ങളുടെ മികവിൻ്റെ കേന്ദ്രമായി മാറി. ബഹുമാനപ്പെട്ട MLA ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ, പാറശാല മുതൽ അങ്ങ് മഞ്ചേശ്വരം വരെ. മഞ്ചേശ്വരത്തിൻ്റെ MLA പ്രതിപക്ഷത്തു നിന്നുള്ളൊരു MLA ആണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. മഞ്ചേശ്വരത്തിൻ്റെ ചരിത്രത്തിൽ ആരോഗ്യ മേഖലയിൽ, അതിപ്പോഴും യൂട്യൂബിലുണ്ട്, ആരോഗ്യ മേഖലയിൽ ഇത്രയും അധികം വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള ഒരു കാലമില്ല എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകളായി, എല്ലായിടത്തും ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളായി, സാധാരണക്കാർക്ക് പ്രാപ്യമാകുന്ന ചികിത്സാ സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഇനിയും തുടർ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി തന്നെ മുന്നോട്ട് പോകും. ബഹുമാനപ്പെട്ട MLA ഇവിടെ അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം നമ്മളിവിടെ ഒരു JC പീഡിയാട്രീഷ്യൻ ശിശുരോഗ വിഭാഗം കൂടി ഇവിടെ ആരംഭിക്കുന്നതിന് വേണ്ടി ജൂനിയർ കൺസൾട്ടൻറ്റിനെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നൽകിയ പുതിയ തസ്തികകളുടെ കൂട്ടത്തിൽ അതുകൂടി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാഷ്വാലിറ്റിയിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിച്ചു കാണും, അവിടെ 3 ഒരു ചുവന്ന വരയുണ്ട്, റെഡ്, യെല്ലോ, ഗ്രീൻ, അങ്ങനെയാണ് നമ്മളതിനെ വിഭജിക്കുന്നത്. ഏറ്റവും കൂടുതൽ ട്രോമയുള്ള അടിയന്തര ചികിത്സ വേണ്ടിയ ആളുകൾ റെഡ് സോണിലേക്ക് പോകണം, അല്ലാത്ത ആളുകൾ യെല്ലോ സോൺ, തീർച്ചയായും ചെറിയ പ്രശ്നങ്ങളെ ഉള്ളെങ്കിൽ ഗ്രീൻ സോണിലേക്ക് പോകും എന്നുള്ളതാണ്. അതുമാത്രമല്ല, മലയൻകീഴ് നമ്മുടെ ഈ ആശുപത്രിയെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഇപ്പോൾ നമുക്ക് സാധ്യമായിട്ടുള്ള എല്ലാ ഇടപെടലും, ഇവിടെ ഡെന്തൽ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഉൾപ്പെടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 4 കിടക്കകളോടുകൂടി ഒബ്സർവേഷൻ അത്യാഹിത വിഭാഗം, ഒരേ സമയം സേവനം ലഭ്യമാക്കുന്ന ഡെന്തൽ OPകളുണ്ട്, ഡെന്തൽ OP ഉണ്ട്, ആധുനിക രീതിയിൽ സജ്ജീകരിച്ച 2 ഡെന്തൽ ചെയറോടുകൂടിയ പ്രൊസീജിയർ മുറിയുണ്ട്, നവീകരിച്ച ഫാർമസി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. കൂടുതലായി ഇപ്പോൾ നമുക്കിവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് കൊണ്ട് ഇവിടുത്തെ കിടക്കകളുടെ എണ്ണത്തിലൊരു കുറവുണ്ടായിരുന്നു. പക്ഷേ ഈ സൗകര്യങ്ങൾ കൂടി ഇവിടെ ക്രമീകരിക്കുന്നതോടുകൂടി കൂടുതൽ ആളുകൾക്ക് ഇതിൻ്റെ സേവനം നൽകുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കരുതുന്നത്. അതുകൂടാതെ 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായിട്ടുള്ള CCTV ദൃശ്യം, ഈ CCTV സംവിധാനം, ഹെൽത്ത്, ഇതൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ആർദ്രം സ്റ്റാൻഡർഡൈസേഷൻ്റെ ഭാഗമായി കൂടുതൽ കാര്യങ്ങൾ ഈ ആശുപത്രിയിലേക്ക് ഒരുക്കുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മൾ കൂട്ടായി പരിശ്രമിക്കുന്നത്. അതിന് ഈ നാട് ഒന്നിച്ചു നിൽക്കുന്നതിൽ ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി ഏറെ വിനയത്തോടെ അറിയിച്ചുകൊണ്ട്, ബഹുമാനപ്പെട്ട MLA നിരന്തരമായി ഇതിൽ ഇടപെട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിൽ പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊണ്ടും ഔപചാരികമായി ഒരു കാര്യം കൂടി, ഇങ്ങനെ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, ഇത്രയും പ്രവർത്തനങ്ങൾ ഒരു സർക്കാർ ചെയ്യുമ്പോൾ അത് നമ്മളുടെ ഒരു നയത്തിൻ്റെ ഭാഗമാണ്, ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ്. നമുക്കറിയാം, ഒരു കാലമുണ്ടായിരുന്നു ആശുപത്രിയിൽ മരുന്നില്ലാത്ത, ആശുപത്രിയിൽ ഡോക്ടർമാരില്ലാത്ത, നല്ല ആശുപത്രികളില്ലാത്ത, സർക്കാർ മേഖലയിൽ ഡയാലിസിസ് സൗകര്യമില്ലാത്ത, ജില്ലാ ആശുപത്രിയിൽ ഹൃദ്രോഗ ചികിത്സയില്ലാത്ത, ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ പണ്ട് 2012 ഇവിടെ നമുക്കറിയാം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ വിഷയങ്ങൾ. അപ്പോൾ ആ നിലയിൽ ആ കാലത്തിൽ നിന്നാണ് പുതിയ കാലത്ത് ആരോഗ്യ മേഖലയിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും സന്തോഷത്തോടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി നമ്മുടെ മലയൻകീഴ് താലൂക്ക് ആസ്ഥാന ആശുപത്രിയുടെ പുതിയ ബഹുനില മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം.